സ്ത്രീകളുടെ യൂണിക്കകത്ത് ഒരു ദേവതയുണ്ട്. അത് ചിലത് ഭൈരവിയാവാം, ചിലത് ഭദ്രയാവാം, കാളിയാവാം, പല രീതിയിൽ ദുർഗയാവാം. ഈ മുള്ളണ സാധനം മുട്ടിച്ച് കളിക്കുന്നതല്ലല്ലോ സെക്സ്. ഇതെല്ലാം കണക്ട് ചെയ്യുന്നൊരു ഡേറ്റുകളുണ്ട്. മെയ് 17 എന്ന് പറയുന്ന ഡേറ്റ്. അതിൻ്റെ ഒരു മിസ്റ്റീരിയസ് സാധനം ആവുന്നത് അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടാവുന്നതും ഉണ്ടല്ലേ. ഇവിടുത്തെ ഹിന്ദു സംസ്കാരം പലരെയും ആകർഷിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാഫിയ, മോശമായിട്ടുള്ള ഒരാളെ സമൂഹത്തിൽ ഒരു സ്പിരിച്വൽ ഫിഗറായിട്ട് ഒരു ജോത്സ്യനെ, അയാളുടെ ഹീനകർമ്മങ്ങൾ, കൊച്ചു പെൺകുട്ടികളെ അയാൾ മിസ്യൂസ് ചെയ്തു, റേപ്പ് ചെയ്തു, പല ആൾക്കാരെയും ഫിനാൻഷ്യലി പറ്റിച്ചു. ഒരു വലിയൊരു സമൂഹത്തെ തകർക്കാൻ വേണ്ടി ഒരാളെ അതിൽ നിന്ന് തന്നെ എടുത്ത് വളർത്തി. ഞാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ മതപരിവർത്തനത്തിനെതിരെ ഞാൻ ഫൈറ്റ് ചെയ്തിരുന്നു. അപ്പോഴും ഞാൻ ഈ ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റുകൾക്കെതിരെ ഫൈറ്റ് ചെയ്തിരുന്നില്ല. എൻ്റെ ഗുരു ആദിത്യ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്: നീ കേരളത്തിലേക്ക് പോകുമ്പോൾ നിന്നെ ഒരുപാട് പേര് ആക്രമിക്കും, നിന്നെ ഇല്ലാണ്ടാക്കാനും തകർക്കാൻ നശിപ്പിക്കാനും ശ്രമിക്കും. പക്ഷെ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ അവിടെ പറ്റില്ല. കാരണം നിന്നെ വിട്ടത് ഋഷിവര്യന്മാരാണ്. ഇന്ത്യയിൽ 4 ശത്രു കവാടങ്ങളുണ്ട്. 1 പാകിസ്ഥാൻ, 2 ബംഗ്ലാദേശ്, 3 ചൈന, 4 നിന്റെ നാട്. അവിടെ ഒരു ബോർഡർ ഫോഴ്സ് വരും. രാത്രി കാലങ്ങളിൽ അപ്സരസ് വരെ നമ്മളടുത്ത് വരും. നമ്മളടുത്ത് ലൈംഗികമായി ബന്ധപ്പെടാൻ പോലും അവരാവശ്യപ്പെടും. അപ്സരസ് നമ്മുടെ തപസ്സുകൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. സെക്സിനൊക്കെ ഭയങ്കര തലമുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ സ്പാ സെൻറ്ററിൽ പോകുന്നതും ഒരു അവിഹിതം മെയിൻറ്റെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോൺ അഡിക്ട്സ് ആയിട്ട് ഏതെങ്കിലും ഇതിൽ പോകുന്നൊന്നും അല്ല സെക്സ് എന്ന് പറഞ്ഞാൽ. സെക്സിന് ഒരു വലിയൊരു ഇതുണ്ട്. സ്പിരിച്വൽ എനർജി എക്സ്ഫർ എന്നാണ് അതിൻ്റെ ഇത്. നമ്മളുടെ 2 ആത്മാക്കൾ തമ്മിലുള്ള കൂട്ടിമുട്ടലാണത്. എനർജിയെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ഒരാളുടെ, ഇപ്പം ചില സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് എനർജി കൂടും. നമ്മളുടെ ചിലരാണെങ്കിൽ അതോടുകൂടി തകർന്നു പോകും. അതാണ് നമ്മൾ പറഞ്ഞ പെണ്ണ് പിടിച്ച് നടക്കുന്നവൻ നശിച്ചു എന്ന് പറയും. സ്ത്രീകളുടെ യൂണിക്കകത്ത് ഒരു ദേവതയുണ്ട്. അത് ചിലത് ഭൈരവിയാവാം, ചിലത് ഭദ്രയാവാം, കാളിയാവാം, പല രീതിയിൽ ദുർഗയാവാം. അപ്പോൾ അതിനെപ്പറ്റി അറിയാതെ, ആ എനർജിയെപ്പറ്റി അറിയാതെ ബന്ധപ്പെടുന്ന സൗന്ദര്യമൊക്കെ കണ്ട് വെളുത്തിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു, നല്ല ബോഡിയാണെന്ന് കരുതിയൊക്കെ ഇങ്ങനെ പവേർട്ടഡ് മൈൻഡ് സെറ്റിൽ പോകുമ്പോൾ അവരെ കാത്തിരിക്കുന്ന വലിയ ഒരു എനർജിയുടെ ചതിക്കുഴികളുണ്ട്. അതായത് ആ എനർജി നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ കംപ്ലീറ്റ് മാറ്റിക്കളയും. പക്ഷെ അതെങ്ങനെയാണ്? ഇപ്പോൾ 2 പേര് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷെ അവിടെ എനർജി എങ്ങനെയാണ് മാറ്റുന്നത്? എന്താ സെക്സ് എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലേ? ഇല്ല. അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കൂ. കാലങ്ങളുണ്ടല്ലോ, അനുഭവിച്ച് മനസ്സിലാക്കൂ. ഈ മുള്ളണ സാധനം മുട്ടിച്ച് കളിക്കുന്നതല്ലല്ലോ സെക്സ്, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നതല്ലല്ലോ സെക്സ്. അത് പഠിക്കൂ. അതിനെപ്പറ്റി സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നെസ്സിനെ പറ്റിയും സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ച് ഒരുപാട് വിവാദം ഉണ്ടാക്കുന്നൊരു വിഷയമാണ് സെക്സ് എന്ന് പറയുന്നത്. ആത്മീയതയിലെ സെക്സ് ഇന്ന് ഏറ്റവും കൂടുതലും സ്വാമിമാരാണെങ്കിലും ആക്ഷേപിക്കപ്പെടുന്നത്. എനിക്കൊന്ന് ഒരു കാലത്ത് അങ്ങും അതിനിരയായിട്ടുണ്ട്. അല്ല, അങ്ങയുടെ വീട്ടിലേക്ക് മാതാവിനെ വരെ വെച്ച് എന്നെ ഇരയാക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ അമ്മയെ എൻ്റെ വെപ്പാട്ടിയായിട്ട് ചിത്രീകരിച്ചിട്ട് അവിടെയും സെക്ഷലിയാണ് കണക്ട് ചെയ്യുന്നത്. എൻ്റെ അമ്മേനെ എൻ്റെ വെപ്പാട്ടിയായിട്ട് അതിലിപ്പരം ഒരു മകനെ, ഒരു വ്യക്തിയോ ഇല്ലാണ്ടാക്കാൻ ഇനി വേറെ ഒന്നും വേണ്ടല്ലോ. അതെ, അതിൻ്റെ പേരിൽ തോക്കെടുത്ത് ഇറങ്ങിയൊരു സ്വാമി. കൊടുത്തത് തിരിച്ചടിച്ചതും കണ്ടു കാണുമല്ലോ. അതെ, എനിക്കൊന്നു അതാണ് അങ്ങേ ഏറ്റവും കൂടുതൽ ഒരു രഹസ്യ മനുഷ്യനാക്കി സൂക്ഷിച്ചു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അന്നുണ്ടായിരുന്ന പോലീസുകാർ ആത്മഹത്യയിലേക്ക് പോകുന്നു. പിന്നീട് അത് എഴുതിയ ഒരു മാധ്യമപ്രവർത്തകന്റെ ആത്മഹത്യയിലേക്ക്. അതേപോലെ മാധ്യമപ്രവർത്തകന്റെ ആത്മഹത്യ, പ്രദീപിന്റെ മരണം, അതൊന്നും അല്ല. അതിനേക്കാളുമൊക്കെ സ്പിരിച്വലി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ആൾക്കാർ കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ വന്ന് ഇനി അത് അല്ല. അതേപോലെ തന്നെ അങ്ങയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ആക്ഷേപത്തിന്റെ ഒരു, അതായത് പല അങ്ങേ രഹസ്യ അല്ലെങ്കിൽ ഒരു മിസ്റ്ററി പേഴ്സൺ ആക്കി പലരും നറേറ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ്. അതിനപ്പുറത്ത് ഇപ്പോൾ ജഗതിയുടെ ആക്സിഡന്റുമായിട്ടാണെങ്കിലും ഇതെല്ലാം കണക്ട് ചെയ്യുന്നൊരു ഡേറ്റുകളുണ്ട്. മെയ് 17 എന്ന് പറയുന്ന ഡേറ്റ്. അങ്ങനെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള ഭീമാപ്പള്ളിയുമായിട്ടുള്ള ആ വിഷയമാണെങ്കിലും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഇത് ഒരു രഹസ്യം ഇതിനകത്ത് ഉണ്ടായത് കൊണ്ടാണോ? അതിൻ്റെ ഒരു മിസ്റ്റീരിയസ് സാധനം
ആവുന്നത് അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടാവുന്നത് കൊണ്ടല്ലേ. അതെ, മെയ് 17 എന്ന് പറയുന്ന ഒരു ഡേറ്റിന് ഒരു പ്രത്യേകതകളെന്തോ ഉണ്ടായതുപോലെ. മെയ് 17 തന്നെ ശനിയുടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. ഇവിടുത്തെ സാധുക്കളായിട്ടുള്ള ഹിന്ദുക്കളെയും ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് നടന്ന ഒരു വലിയൊരു സാത്വിക സമൂഹത്തെ തകർക്കാൻ വേണ്ടിയിട്ട് 20,000 കോടി രൂപയോളം പാകിസ്ഥാനിൽ നിന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കൈപ്പറ്റി, ഇവിടുത്തെ മാധ്യമങ്ങൾ കൈപ്പറ്റി, അമേരിക്കയിലേക്ക്, അതായത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫോർഡിൻ്റെ മുതലാളി വരെ ഹിന്ദുത്വത്തിലേക്ക് വന്നു. ഇവിടുത്തെ ഹിന്ദു സംസ്കാരം പലരെയും ആകർഷിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാഫിയ. ആ ഗ്രൂപ്പ് ഇവിടുത്തെ സന്യാസികളൊക്കെ ഫ്രോഡാണ്, മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, മോശമായിട്ടുള്ള ഒരാളെ സമൂഹത്തിൽ ഒരു സ്പിരിച്വൽ ഫിഗറായിട്ട്, ഒരു ജോൾസിയനെ സ്പിരിച്വൽ ഫിഗറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫണ്ട് ചെയ്ത് റിയൽ എസ്റ്റേറ്റിലേക്ക് ഫണ്ട് ചെയ്യിപ്പിച്ച് പല ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് അയാളുടെ ഹീനകർമ്മങ്ങൾ, കൊച്ചു പെൺകുട്ടികളെ അയാൾ ഇതാക്കി മിസ്യൂസ് ചെയ്തു, റേപ്പ് ചെയ്തു, പല ആൾക്കാരെയും ഫിനാൻഷ്യലി പറ്റിച്ചു. ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് അയാളെ ഒരു സൈഡിൽ, അതായത് ഒരു വലിയൊരു സമൂഹത്തെ തകർക്കാൻ വേണ്ടി ഒരാളെ അതിൽ നിന്ന് തന്നെ എടുത്ത് വളർത്തി മീഡിയാസിൽ എല്ലാ ഡോക്യുമെൻസും കൃത്യമായിട്ട് കൊടുത്തു, വിത്ത് എവിഡൻസ് കൊടുത്തു, മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്തു. എത്ര സ്ട്രാറ്റജി, എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ആൾക്കാരിവിടെ ചെയ്തു എന്ന് ഓർക്കും. അവരെ ഫോക്കസ് ചെയ്ത് അയാളെ മോശമായിട്ട് മീഡിയ സമൂഹത്തിൻ്റെ മുന്നിൽ തെളിവ് കാണിച്ചു കൊടുത്തിട്ട് ആ മീഡിയ കൊണ്ട് തന്നെ നന്മയുടെ പ്രതിരൂപങ്ങളായിട്ടുള്ള സാധാരണ രീതിയിൽ ജീവിക്കുന്ന സന്യാസികളെയും ഇതിനെയെല്ലാം ഒറ്റയടിക്ക് ഫോക്കസ് ചെയ്യിപ്പിച്ചിട്ട് ഇതെല്ലാം ഫ്രോഡുകളാണ്, പറ്റിപ്പാണ് എന്ന് പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് കയറി ഒരു ചെയിൻ രീതിയിൽ എല്ലാവരെയും മാസ്സായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു മെയ് 17 അവസാനിക്കുന്നത്. അതായത് ഇങ്ങനെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലായിരുന്നു അങ്ങേരെയും. അതിൻ്റെ കൂട്ടത്തിലല്ല, മെയിൻ എന്നെയായിരുന്നു. സന്തോഷ് മാധവനെ അറ്റാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ സന്തോഷ് മാധവൻ്റെ ഫോട്ടോ എവിടെ ഉണ്ടെങ്കിലും അവിടെ ഭദ്രാനന്ദൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഫ്രണ്ട് പേജിലാണല്ലോ, ഞാനൊക്കെ എപ്പോഴും കേരളത്തിൽ ആ കാലത്ത് ഫ്രണ്ട് പേജിലാണ് എല്ലാ മാധ്യമങ്ങളിലും ഉണ്ടായത്. എവിടെ സന്തോഷ് മാധവനുണ്ടോ അവിടെ ഭദ്രാനന്ദനെ തുന്നി വെക്കുകയാണ്. അപ്പം തന്നെ ഇതെന്താ, ഇതിൻ്റെ യുക്തി എന്താ, ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ മതപരിവർത്തനത്തിനെതിരെ ഞാൻ ഫൈറ്റ് ചെയ്തിരുന്നു. അപ്പോഴും ഞാൻ ഈ ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റുകൾക്കെതിരെ ഫൈറ്റ് ചെയ്തിരുന്നില്ല. അപ്പോഴും ആ ടൈം ആയിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് അതിലോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ഗുരു ആദിത്യ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ കേരളത്തിലേക്ക് പോകുമ്പോൾ നിന്നെ ഒരുപാട് പേര് ആക്രമിക്കും, നിന്നെ ഇല്ലാണ്ടാക്കാനും നശിപ്പിക്കാനും ശ്രമിക്കും. പക്ഷെ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ അവിടെ പറ്റില്ല. കാരണം നിന്നെ വിട്ടത് ഋഷിവര്യന്മാരാണ്. എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. യെസ്, വിട്ടത് ഋഷിവര്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ദേവതകൾ മനുഷ്യരൂപത്തിൽ വന്ന് നിന്നെ സഹായിച്ചിരിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. ഗുരു പറഞ്ഞതുപോലെ ഇന്ത്യയിൽ 4 ശത്രു കവാടങ്ങളുണ്ട്. 1 പാകിസ്ഥാൻ, 2 ബംഗ്ലാദേശ്, 3 ചൈന, 4 നിൻ്റെ നാട്. അവിടെ ഒരു ബോർഡർ ഫോഴ്സും ഇല്ല. അവിടെ നീ ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്നത്തെ ഇത്ര ദിവസങ്ങൾ ഇതുപോലെ സംഭവിക്കും. ആ സമയങ്ങളിൽ എന്നെക്കൊണ്ട് ഓരോ ഇൻറ്റ്യൂഷൻ തരുന്നു, ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതൊക്കെ ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് പ്രഡിക്ഷൻസ് നടത്തിയത്. അപ്പോഴും ഞാൻ ചോദിച്ചു, എന്തിനാ എന്നെക്കൊണ്ട് ഇത്രയും വലിയ പ്രവചനങ്ങൾ നടത്തുന്നത്? അപ്പോഴും എനിക്ക് കിട്ടിയ ഒരു അശരീരി ഒന്ന് മാത്രമേ ഉള്ളൂ, നീ ആദ്യം ഒരു കാര്യം പറയുമ്പോൾ നിന്നെ പരിഹസിച്ചു. സുനാമി പറഞ്ഞപ്പോൾ വട്ടാണെന്ന് പറഞ്ഞു. 75 ദിവസം അത് സംഭവിക്കുമ്പോൾ ആൾക്കാർക്ക് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ പരിഹസിക്കുന്നവർക്ക് ചിന്തിക്കാനൊരു തെളിവ് മുൻകൂട്ടി വേണം. നീ ആദ്യം കർണാടക തെരഞ്ഞെടുപ്പ് പോലും അത്തരത്തിലായിരുന്നു. ഒരുപാട് പൊളിറ്റിക്കൽ പ്രഡിക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ച് കഴിയുമ്പോഴേ നീ ഇനി പറയാൻ പോകുന്ന വിപത്തിനെ പറ്റിയും ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ. അതിനൊരു ബേസ് ഉണ്ടാക്കണം എന്നായിരുന്നു എനിക്ക് കിട്ടിയൊരു അറിവ്. പക്ഷെ എന്താ എന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ നടത്തിയ പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത് ചുമ്മാതെ അല്ല. ഒരു 5 ഇന്ദ്രിയങ്ങൾ അടയുമ്പോഴാണ് 6ാം ഇന്ദ്രിയം തുറക്കുന്നത്. അത്രയും സാധന വേണം.
ആ തലത്തിലേക്ക് പോകുമ്പോഴേ നമുക്ക് അങ്ങനത്തെ പ്രഡിക്ഷൻസ് നടത്താൻ പറ്റുള്ളൂ. ജ്യോതിഷ പ്രഡിക്ഷൻ ഗ്രഹങ്ങൾ നോക്കി പറയുന്നത് പോലെയല്ല, ഒരാളുടെ ഓറയും പ്രകൃതിയുടെ സ്പന്ദനങ്ങളും എല്ലാം നോക്കി ഭാവിയിൽ വരാൻ പോകുന്ന നന്മ തിന്മകളെ അറിയിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു പാട്ടാണത്. അത് നമ്മളുടെ ആൾക്കാർക്ക് അത്രയും അതിൻ്റെ ആ ഒരു ആഴം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഈ ജഗദീഷ് ശ്രീകുമാറിനെ പോലുള്ളവരും മാളാരവിന്ദനും അവരും ഒക്കെ ഇങ്ങനെ പരിഹസിക്കുന്ന ഒരു ഹിന്ദു കൂടോത്രം കോമഡി മറ്റേ ഇത് ഇങ്ങനെ അതെല്ലാം ഇതൊരു പാറ്റേൺ ആണ്, ഇതൊരു ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ വെച്ച് അവരിങ്ങനെ പോവുകയാണ്. അതായത് മനസ്സിനെ മാറ്റുകയാണ്, ഇതെല്ലാം തട്ടിപ്പാണ് ഇതാണ് എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഒരു കുറിയിടാൻ പോലും മടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കേരളത്തിൽ. സംസ്കാരത്തെ മാറ്റുന്നത് ഭയങ്കര രസകരമായിട്ടാണ്. ഇപ്പം തന്നെ നമ്മൾ നോക്കൂ, നമ്മളുടെ സൂക്ഷ്മ ശരീരം മാറുമ്പോൾ എല്ലാം മാറും. ഇവിടെ പഴയ കേരളീയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കാണുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ? ഇല്ല. നമ്മുടെ നാടൻ ഭക്ഷണങ്ങളുണ്ടോ? ഒരു 10 അതായത് ഈ 2008 ശേഷം ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത് കൂടുതലും ഈ പറയുന്ന പോലെ വേറൊരു രാജ്യത്തെ ഭക്ഷണമാണ്. അതെ, ആ രാജ്യത്തെ ഭക്ഷണം എന്ന് കഴിക്കുന്നത് ആ ടോക്സിക് ആയിട്ടുള്ള എനർജിയാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും വിരുദ്ധാകാരം, അത് സമയം പോലും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം മാറുന്നതിന് തൊട്ടു മുമ്പ് ഭക്ഷണ സമ്പ്രദായങ്ങൾ മാറും. അപ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റ് അതിലേക്ക് പോകും. ആത്മാവിന് കൊടുക്കുന്ന അർച്ചനയെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. നമ്മുടെ ചിന്തകൾ ആ ലൈനിലേക്ക് പോകും. വസ്ത്രവിധാരണങ്ങൾ, സ്വഭാവ രീതികൾ, താല്പര്യങ്ങൾ. കുട്ടികൾ, നമ്മുടെ വീട്ടിലെ കുട്ടികൾ പോലും ആ ഭക്ഷണം മതി എന്നാണ് പറയുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഭക്ഷണം, അങ്ങനത്തെ ഭക്ഷണത്തിലേക്കുള്ള അവരുടെ യാത്ര, ഇതെല്ലാം വളരെ സൈക്കോളജിക്കലി കളിക്കുന്ന ഒരു ഗെയിം ഇതിനകത്തുണ്ട്. ഇതെല്ലാം ഞാൻ പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പൊളിച്ചു. എനിക്കിവിടെ ആ സമയത്ത് ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്നവർ, ഹിന്ദു സംഘടനകൾ, ഹിന്ദുവിന് വേണ്ടി ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ മുറവിളി കൂട്ടുന്നവരൊന്നും ഞാൻ അന്നും കണ്ടിട്ടില്ല, ഇന്നും കാണുന്നില്ല. ഇന്നവർ BJPയുടെ പിറകെ പലപ്പോഴും ഇത്തരത്തിൽ ആത്മീയ തലത്തിൽ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും പുറത്തേക്ക് വിടുന്നത് രാഷ്ട്രീയ സംഘടനകളുടെ അജണ്ടകളാണ്. അതുകൊണ്ടാണ് പലരും ഇതിനെ പരിഹാസ രൂപേണ കാണുന്നതും അല്ലെങ്കിൽ ഇതിനെ അടിച്ചമർത്താൻ നോക്കുന്നതും. അതിനപ്പുറത്തേക്ക് ഇതിന് മറ്റൊരു ഡൈമെൻഷൻ ഉണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണോ ചെയ്യേണ്ടത്?